ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന് വേറെ മാർഗമില്ല എന്ന് ശരിക്കും അറിയുന്ന MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ ക്രൈസ്തവർ വിവേചനത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തതുപോലും തെറ്റായിപ്പോയി എന്ന മട്ടിലാണ് വാദിച്ചു നോക്കിയത്. ക്രൈസ്തവർക്ക് നീതി ലഭിക്കരുത് എന്ന ആഗ്രഹത്തിന്റെ അടയാളം എന്നതിനപ്പുറം അത് മതേതരത്വത്തിന്റെ സാക്ഷ്യമൊന്നുമല്ല എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയതുകൊണ്ട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ക്രൈസ്തവർക്ക് കൊടുക്കേണ്ട വിഷയം ഉയരുന്നില്ല എന്ന് അദ്ദേഹം വാദിച്ചു. 67 മുന്നോക്ക സമുദായങ്ങളിൽ ഒന്നു മാത്രമാണ് ക്രൈസ്തവർ എന്നതും അവിടെ കിട്ടുന്നത് ന്യൂനപക്ഷ ആനുകൂല്യം അല്ലെന്നതും ഗഫൂറിന് അറിയാവുന്നതാണ്. അതേസമയം കേരളത്തിൽ നിലവിലുള്ള 40% പിന്നോക്ക സമുദായ സംവരണത്തിൽ 12% സംവരണം ലഭിക്കുന്നവരാണ് മുസ്ലിമുകൾ എന്ന കാര്യം അദ്ദേഹം മറച്ചുവെച്ചു. മുന്നോക്ക സമുദായങ്ങളിലെ പാവങ്ങൾക്ക് കിട്ടുന്ന സംവരണം എങ്ങനെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾക്ക് പകരമാവും? മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ കീഴിലുള്ള പദ്ധതികൾ തന്നെ ക്രൈസ്തവർക്ക് ധാരാളമാണെന്നും ഗഫൂർ വാദിച്ചു. എന്താണ് സത്യം? ഫലത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച പുസ്തകമനുസരിച്ച് മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ കീഴിലുള്ളത് 3 പദ്ധതികളാണ്. എന്നാൽ മുസ്ലിം സമുദായം അടങ്ങിയ പിന്നോക്ക സമുദായ കോർപ്പറേഷന് 13 പദ്ധതികളുണ്ട്. ഇവയുടെ എല്ലാം ആനുകൂല്യം ലഭിക്കുന്ന മുസ്ലിമുകൾക്കും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ 80% വേണമെന്ന് അദ്ദേഹം വാദിച്ചു നോക്കുന്നു. ക്രൈസ്തവർ കോടതിയെ സമീപിച്ചതോടെ ഒന്നും ചെയ്യാനാവാതെ വന്നു. രാഷ്ട്രീയ നേതൃത്വത്തെ ആയിരുന്നു സമീപിച്ചതെങ്കിൽ ഇപ്പോൾ എല്ലാം ഭരണത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. കാര്യങ്ങൾ അങ്ങനെ ആക്കിക്കുവാൻ ഗഫൂറിനറിയാം. ഇടതു ഭരണകാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ബേബിയുടെ അടുത്തയാളായി ആരോഗ്യ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൽ കടന്നുകൂടിയവനാണ് അദ്ദേഹം. ന്യൂനപക്ഷാവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ്. അക്കാര്യത്തിൽ സാമ്പത്തിക നിലയോ മറ്റുപാധികളോ ഇപ്പോൾ ബാധകമല്ല. അതാണ് ന്യൂനപക്ഷ പദ്ധതികളുടെ പ്രത്യേകത. മുസ്ലിം സമൂഹത്തിലെ സമ്പന്നർക്കെല്ലാം അദ്ദേഹത്തിനടക്കം ഇങ്ങനെ പദ്ധതിയുടെ പ്രയോജനം കിട്ടുന്നുമുണ്ട്. എന്നിട്ടും ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും അദ്ദേഹം വിഷയമാക്കാൻ നോക്കുന്നു. മുസ്ലിം സമൂഹത്തിലെ സമ്പന്നരും പിന്നോക്ക സമുദായ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ എത്രയോ കാലമായി നേടുന്നു എന്നതും മറക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇത്തരക്കാരാണ് മുസ്ലിം ചിന്തയെ സ്വാധീനിക്കുന്നത് എന്നതാണ് സത്യം മറയ്ക്കപ്പെട്ടു പോകുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത്. സഹായങ്ങൾ പലതരമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ആനുകൂല്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മറ്റു പരിഗണനകൾ ഒന്നുമില്ലാതെ കിട്ടുന്നു. എന്നാൽ അവശ്യ വിധവകൾക്കുള്ള സഹായം എല്ലാ വിധവകൾക്കും കിട്ടുകയുമില്ല. വ്യവസ്ഥകൾ ഇല്ലാതെയാണ് വിധവകൾക്ക് സഹായമെങ്കിൽ എല്ലാ വിധവകൾക്കും കൊടുക്കേണ്ടി വരും. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്നത് പോലെ സ്വാശ്രയ കോളേജുകളിലെ പ്രവേശനം സംബന്ധിച്ച ക്രൈസ്തവ സ്ഥാപനങ്ങൾ എടുത്ത നിലപാടും ഗഫൂർ സംവാദത്തിൽ കൊണ്ടുവന്നു. സർക്കാർ പറഞ്ഞതുപോലെ 50% സീറ്റുകൾ വിട്ടുകൊടുത്തില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. സഭ നടത്തുന്ന സ്ഥാപനങ്ങളിലെ പ്രവേശനം സംബന്ധിച്ച കാര്യം പോലെയല്ല സർക്കാരിൻ്റെ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് സഭാ വക്താവ് കൃത്യമായ മറുപടി പറഞ്ഞെങ്കിലും ഗഫൂറിന് തൃപ്തിയായ മട്ട് കണ്ടില്ല. കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഒന്നും ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോഴും നടത്തപ്പെടുന്നത്. എല്ലാ സമുദായങ്ങൾക്കും അവിടെ പ്രവേശനമുണ്ട്. അവിടെ പഠിക്കുന്ന ആരെയും മതം മാറ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുമില്ല. ഒരു ക്രൈസ്തവനെ ഇസ്ലാമാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് എന്നതിനെക്കുറിച്ച് ചില മുസ്ലിം വിദ്യാലയങ്ങളിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നതുപോലുള്ള ചോദ്യങ്ങളുള്ള പുസ്തകങ്ങളും അവിടെയില്ല. പരസ്പരം ആദരിക്കാനും സ്നേഹിക്കാനുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ക്രൈസ്തവ സ്ഥാപനത്തിൽ കാസർഗോട്ട് നിന്നുള്ള മുസ്ലിം കുട്ടിക്കും പഠിക്കാനാവുന്നതും പഠനത്തിൽ വൻ നേട്ടം കൈവരിക്കാനാവുന്നതും. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പഠിച്ച എത്രയോ പ്രഗത്ഭരായ മുസ്ലിംകളെ കാണിക്കാനാവും. എന്നാൽ മറിച്ചോ, കൃത്യമായ കാരണങ്ങളോടെയാണ് ക്രോസ് സബ്സിഡി പോലുള്ള വിവാദ വിഷയങ്ങളിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ സ്വന്തമായ നിലപാടെടുത്തത്. സർക്കാർ ഫീസിൽ 50% കുട്ടികളെ പഠിപ്പിക്കുവാനും ബാക്കി 50% സീറ്റിൽ എത്ര ഉയർന്ന ഫീസും വാങ്ങിക്കുവാനും അനുവദിക്കുന്നതായിരുന്നു സർക്കാർ പാക്കേജ്. അതായത് സർക്കാർ ക്വാട്ടയിൽ വരുന്ന 50% പഠിപ്പിക്കുവാൻ മാനേജ്മെൻറ്റ് ക്വാട്ടയിൽ വരുന്നവർ പണം മുടക്കണമെന്ന്. അതിന് കോടതി ഇട്ട പേരാണ് ക്രോസ് സബ്സിഡി. സർക്കാർ നിർദ്ദേശം കോടതി തള്ളി. അതാണ് സംഭവിച്ചത്. വർഷങ്ങളിലെ വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഓരോ സ്ഥാപനത്തിലെയും ഫീസ് നിശ്ചയിക്കുന്നത് അവരവർ തന്നെയാണ്. ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെടുന്നതിലും എത്രയോ ഉയർന്ന ഫീസാണ് MES അടക്കമുള്ളവർ ഇപ്പോൾ മെഡിക്കൽ പഠനത്തിന് ഈടാക്കുന്നത്.